ഹലോ ഫ്രണ്ട്സ്, എഗെയിൻ നമ്മുടെ ആപ്രിക്കോട്ടിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഏപ്രിക്കോട്ട് കാണാം. ഇത് ഒത്തിരി അങ്ങോട്ട് പഴുത്തിട്ടില്ല. ഇത് നന്നായി പഴുത്ത് വരുന്നു. അതിലും നന്നായി പഴുത്ത യെല്ലോ ഏപ്രിക്കോട്ട് ഇഷ്ടം പോലെയുണ്ട് ഈ മരത്തിൽ. നമ്മുടെ ഈ ഭയങ്കര വെയിലായതുകൊണ്ട് അത്ര നമുക്കങ്ങ് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കണ്ട, ഈ ഏപ്രിക്കോട്ടിൻ്റെ വീഡിയോകൾ ഒത്തിരി ഞാൻ വേറെ ഷോർട്സ് ആയിട്ടും ഒക്കെ ഇട്ടായിരുന്നു. ഇതാണ് ഈ ഏപ്രിക്കോട്ടിൻ്റെ മരം. ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഒത്തിരി അങ്ങോട്ട് പഴുത്ത ഒരു ഭയങ്കര സ്വീറ്റ് അല്ല, എന്നാലും ഒരു കപ്പളങ്ങാപ്പഴം പഴുത്തതിൻ്റെയൊക്കെ ഒരു മധുരമാണിതിന്. ഇതൊത്തിരി താഴെ വീണ് കിടക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കാണാം, ഒത്തിരി ആക്ച്വലി കുറേ പോയി, കുറേ കിളികളും വന്ന് കൊണ്ടുപോയി. നല്ല പഴമാണ്, നല്ല പഴുത്ത് വരുമ്പം. ഇതിൻ്റെ സ്കിന്ന് വളരെ ലൈറ്റ് സ്കിന്നാണ്. ഞാൻ ഒരെണ്ണം പറിച്ചതിൻ്റെ നേരത്തെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. ഇത് നന്നായിട്ട് പഴുത്ത് വരുമ്പോഴേക്കും ഈ ഒരു കളറിലേക്കും വരും. നന്നായി പഴുത്തൊരു ഇങ്ങനൊരു കളറിലേക്ക് വരും. ഇതൊക്കെ കിളികൾ കുറേ കൊത്തിക്കളഞ്ഞതുണ്ട്. മരത്തിൽ തന്നെ കാണാം. കണ്ട, കിളികൾ കൊത്തി വെച്ചേക്കുന്നതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരു പ്രാവശ്യം കൊത്തിയതിൽ പിന്നെ വന്ന് കൊത്തൂല. അവർ ഫ്രഷ് ആയതിലേ വന്ന് കൊത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. ഈ ഫ്രൂട്ട്സിൻ്റെ വീഡിയോകൾ ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്യണം. ഈ ഓസ്ട്രേലിയയിൽ ഉണ്ടാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ആണ് ഞാൻ അധികവും ഇടാറ്. ഈ ഏപ്രിക്കോട്ട് ആ ഒരു സീസണിലാണ് നിറച്ചങ്ങുണ്ടാവും. അപ്പം ഇത് ഡ്രൈ ചെയ്ത് ആളുകൾ കീപ്പ് ചെയ്യും കേട്ടോ. ക്യാനിൽ മേടിക്കാൻ കിട്ടും. പിന്നെ ഇതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട് സാലഡിലൊക്കെ ഒത്തിരി ഇടുന്നതാണ്. പിന്നെ ജാം ഉണ്ടാക്കും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിക്കോട്ട് ഫാമുകളുണ്ട്. അവിടെ നിന്നാണ് അവരിങ്ങനെ ഒത്തിരി പറിച്ച് അവരിങ്ങനെ ജാം ഉണ്ടാക്കണ കമ്പനിക്കൊക്കെ കൊടുക്കുന്നത്. ഏപ്രിക്കോട്ട് ജാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം പണ്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയിരുന്നത്. അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം ഇത് ഒത്തിരി അങ്ങോട്ട് ഭയങ്കര കട്ട മധുരമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതങ്ങ് അത്ര സക്സസ് ആയില്ലായിരുന്നു. പക്ഷേ ഒത്തിരിയും റെസിപ്പികളുണ്ട് കേട്ടോ. ഈ യൂട്യൂബിലൊക്കെ കാണാം ഏപ്രിക്കോട്ടിൻ്റെ റെസിപ്പീസ്. ഇപ്പം നാട്ടിൽ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പണ്ടൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ലായിരുന്നേ. ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അടുത്തൊരു വലിയൊരു മരം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ബാൽക്കണിയിട്ട് ഇതിൽ നിന്നിങ്ങനെ ഒരു കൊമ്പ് ചാഞ്ഞ് നിന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വലിയ ആപ്രിക്കോട്ട് ഉണ്ടാവുമായിരുന്നു. ഇപ്പം അത് പക്ഷേ ആ മരം അത് മുറിച്ച് കളഞ്ഞു. ഇപ്പം അവിടെ ആ മരമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. നിങ്ങളുള്ള ഗ്രൂപ്പിട്ടൊക്കെ ഒന്ന് ഇട്ടാൽ പോരെ. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് സമയമുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കൊരു താല്പര്യമുള്ളൂ. താങ്ക് യു.